എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ഗോക്കുവും ചേച്ചിയും അവർ രണ്ടുപേരും ആ ഗ്രാൻഡ് പേരുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗ്രാൻഡ് പേക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ് ഗോക്കു, എന്നെ വീണ്ടും കാണാൻ കഴിയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ തന്നെ ഗിഫ്റ്റ് ക്ലൗഡ് അതിപ്പോഴും നിന്നോടൊപ്പം തന്നെ ഉണ്ടല്ലേ. സത്യത്തിൽ ആ ഒരു ക്ലൗഡ് നിനക്ക് വേണ്ടി തന്നെ മേടാക്കപ്പെട്ടതാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇത്രയും നല്ലൊരു ബോണ്ട്. അത് കേട്ട് ഗോക്കുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പാപ്പനാണെങ്കിൽ ഒന്ന് ചേച്ചിയെ നോക്കും. സത്യത്തിൽ ഈ പെൺകുട്ടി അത് ഇവൾക്ക് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഇവൾക്ക് കുറച്ചും കൂടെ കളർ ഉണ്ടായിരുന്നു, ഹൈറ്റ് ഉണ്ടായിരുന്നു, കുറെ കൂടെ സുന്ദരിയായിരുന്നു. ഇപ്പോൾ ഇവളുടെ സൗന്ദര്യം അല്പം കുറഞ്ഞിരിക്കുന്നല്ലോ. ഇവൾക്ക് എന്തു പറ്റി? ഉടനെ ഗോകു ആണെങ്കിൽ അപ്പാപ്പനോട് പറയും, അയ്യോ ഇല്ല ഇല്ല, അപ്പാപ്പൻ കരുതുന്നത് പോലെ ഇത് എന്റെ ഫ്രണ്ട് അല്ല, ഇവളുടെ പേര് ചീച്ചി, ഓക്സ് കിങ്ങിന്റെ മകളാണ് ഇവൾ. ഞങ്ങളുടെ രണ്ടുപേരെ ഓക്സ് കിങ് ആണ് ഇവിടേക്ക് പറഞ്ഞയച്ചത്. അത് കേൾക്കുമ്പോൾ ഇപ്പോ അപ്പാപ്പന് ഓക്സ് കിങ്ങിനെ ഓർമ്മ വരും. ചീച്ചിക്കാണെങ്കിൽ അപ്പാപ്പനെ കണ്ട് ഭയങ്കര അത്ഭുതം. എനിക്ക് ഇദ്ദേഹത്തെ കണ്ടിട്ട് വിശ്വാസം ആവുന്നില്ല. എന്റെ പപ്പയുടെ മാസ്റ്റർ റോഷി അത് ഇദ്ദേഹമാണെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ഇദ്ദേഹം ആ മാസ്റ്റർ ആണോ എന്ന് കൺഫേം ചെയ്യാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് ആണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ വെപ്പൻ ഇപ്പൊ അപ്പാപ്പന് നേരെ വലിച്ചെറിയും. ആ വെപ്പനാണെങ്കിൽ ക്ലോസ് തന്നെ താമസം അപ്പാപ്പന് ആ വെപ്പൻ കണ്ട് ഞെട്ടും. ആ വെപ്പൻ അദ്ദേഹത്തിന്റെ സ്റ്റിക്ക് തകർത്ത് അവളുടെ തലയിൽ അങ്ങനെ തറച്ച് കയറുകയാണ്. അവളാണെങ്കിൽ ഓടി വന്ന് ആ അപ്പാപ്പനോട് പറയും, നിങ്ങൾ ഫേക്ക് ആണ്, എന്റെ പപ്പയുടെ മാസ്റ്റർ അത് നിങ്ങളല്ല. അതിന് അപ്പാപ്പൻ അവളുടെ മാസ്റ്റർ കാർഡ് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നീ ഇത് കണ്ടില്ലേ, മാസ്റ്റർ അത് ഞാൻ തന്നെയാണ്. നീ ഉപയോഗിച്ച ഈ ടെക്നിക്കിൽ നിന്ന് എനിക്കെന്നല്ല ആർക്കും രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. ഇത് ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ്. അത് കേട്ട് അവൾക്കാണെങ്കിൽ ഭയങ്കര കുറ്റബോധം. അവൾ ആ ഒരു ആക്സ് അപ്പാപ്പന്റെ തലയിൽ നിന്ന് വലിച്ചൂരി ഇപ്പോൾ അവളോട് സോറി പറയും. ഐ എം സോറി, ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഗോക്കുവും ചീച്ചിയാണെങ്കിൽ അവരുടെ പപ്പ പറഞ്ഞതനുസരിച്ച് ആ ഒരു മാജിക് പങ്ക അത് ചോദിക്കും. അതിന് അപ്പാപ്പൻ പറയും, ആ ഒരു പങ്ക അത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, പക്ഷേ അത് വളരെ അപകടം പിടിച്ചതാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് ചീച്ചിയാണെങ്കിൽ ആളോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് അത് ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കത്തി പടരാണ്. ഞങ്ങളുടെ കാസ്റ്റിലേക്ക് പോകണമെങ്കിൽ ആ പങ്ക ഉപയോഗിച്ച് ആ ഒരു തീ അത് അണച്ചതിന് ശേഷം മാത്രമേ പോകാനായിട്ട് കഴിയൂ. അപ്പാപ്പനാണെങ്കിൽ അല്പനേരം ആലോചിക്കും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആ പങ്ക ഉപയോഗിച്ച് തീ അണയ്ക്കാനായിട്ട് കഴിയും. പക്ഷേ ഞാൻ നിങ്ങൾക്കത് തരണമെങ്കിൽ തിരികെ നിങ്ങൾ എനിക്കും ഒരു ഉപകാരം ചെയ്യണം. മറ്റൊന്നുമല്ല ഗോക്കു, നിന്റെ ഫ്രണ്ട് ബുൽമ, അവളോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം. ഇവിടെയുള്ള ചില കാഴ്ചകളൊക്കെ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറയും. അത് കേട്ട് ആമ ഞെട്ടുകയാണ്. ഇച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആ പങ്ക അത് കിട്ടാൻ പോകുന്ന സന്തോഷത്തിൽ അവൾ തുള്ളിച്ചാടുകയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കും. പക്ഷെ ആ പങ്ക ആൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇപ്പണനാണെങ്കിൽ ഒരുപാട് വിഷമം. അവൾ പതിയെ പതിയെ തേങ്ങി തേങ്ങി കരയാണ്. അതിന് അപ്പാപ്പനാണെങ്കിൽ അവൾ ആശ്വസിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എന്നെ കൊണ്ട് ആ തീ അണയ്ക്കാനായിട്ട് കഴിയും. നിങ്ങളോടൊപ്പം ഞാൻ ആ മൗണ്ടൈനിലേക്ക് വരാമെന്ന് പറയും. അത് കേട്ട് ചീച്ചിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അപ്പാപ്പനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, ബൊൽമയോട് ഞാൻ പറഞ്ഞ കാര്യം അതെങ്ങനെയെങ്കിലും നീ കൺവിൻസ് ചെയ്ത് സമ്മതിക്കണം. അത് നീ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതിന് ഗോക്കു ആണെങ്കിൽ ഓക്കെ പറയും. അപ്പാപ്പനാണെങ്കിൽ ഒരു ഫ്ലൈയിങ് ടർട്ടിലിനെ അവിടേക്ക് വിളിച്ചു വരുത്തി അവർ ഫ്ലൈ ചെയ്ത് ഇപ്പോൾ ഓക്സ് കിങ്ങിന്റെ ആ സ്ഥലത്തേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. ഗോക്കുവും ചീച്ചിയാണെങ്കിൽ ഫസ്റ്റ് അവിടേക്ക് പറന്നു വന്ന് ഓക്സ് കിങ്ങിനോട് നടന്ന കാര്യങ്ങൾ പറയും. ഓ നോ, ഞാനിത് വിശ്വസിക്കില്ല, മാസ്റ്റർ ഒരിക്കലും അത്ര എളുപ്പത്തിൽ ഇവിടേക്ക് വരില്ല. ഓക്സ് കിങ് അത് പറയുന്ന അടുത്ത നിമിഷം തന്നെ അവിടേക്ക് നമ്മുടെ അപ്പാപ്പൻ ഫ്ലൈ ചെയ്ത് വരികയാണ്. അപ്പാപ്പനെ കാണേണ്ട താമസം ഓക്സ് കിങ് ഓടി വന്ന് ആളുടെ കാൽക്കൽ വീഴും. ആ ഒരു ഫോഴ്സിൽ അപ്പാപ്പൻ അടിച്ച് താഴെ വീഴും. ഓ നോ, ആക്ച്വലി ആ ടർട്ടിലിന് പുറത്ത് കയറി ഒരുപാട് നേരം ഫ്ലൈ ചെയ്താൽ എനിക്ക് തല ചുറ്റിയതുകൊണ്ടാണ് ഞാൻ താഴെ വീണത്. കിങ്, എനിക്ക് നിന്നെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ നിന്നെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ മോശമാണ്. നീ വളരെ ബാഡായിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത്. ഈ ആറ്റിറ്റ്യൂഡ് എല്ലാം തന്നെ നീ എത്രയും വേഗം ചേഞ്ച് ചെയ്യണം. അത് കേട്ട് ഓക്സ് കിങ് ആണെങ്കിൽ ഇപ്പോൾ ആളുടെ കാൽക്കൽ വീണ് സോറി പറയും. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ പഴയ സ്വഭാവം അതെടുക്കില്ല. അപ്പാപ്പനാണെങ്കിൽ ഇപ്പോൾ ഓക്സ് കിങ്ങിനോട് പറയും, തീർച്ചയായിട്ടും നിന്നെ ഞാൻ സഹായിക്കാം. പക്ഷെ അതിനു മുൻപ് ഞാനും ഗോക്കുവായിട്ടൊരു ഡീലുണ്ട്, അത് ഓക്കെ ആവണം. ഉടനെ ഗോക്കു ആണെങ്കിൽ ബുൽമയോട് ഡേറ്റിനെ കുറിച്ച് പറയാണ്. അത് കേട്ട് അവൾ ദേഷ്യപ്പെട്ട് പറയും, ഈ അപ്പാപ്പനുമായിട്ട് ഞാൻ ഡേറ്റിന് പോകാനോ പറ്റില്ല, ഒരു കാരണവശാലും ഞാനതിന് തയ്യാറാവില്ല. അതിന് അപ്പാപ്പൻ പറയും, ഗോക്കു അവൻ പ്രോമിസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മിഷൻ ഞാൻ ഏറ്റെടുത്ത് ഇവിടേക്ക് വന്നത്. നീ ഡേറ്റിന് തയ്യാറായിട്ടില്ല എങ്കിൽ ഞാൻ ഇപ്പൊ തീ അണയ്ക്കാതെ ഈ നിമിഷം തിരികെ പോവും. വേറെ വഴിയില്ലാതെ ബുൽമയാണെങ്കിൽ അതിന് സമ്മതിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് നിന്റെ കൂടെ ഞാൻ വാക്ക് ചെയ്യുക മാത്രമേ ഉള്ളൂ, നിന്റെ മറ്റൊരു ദുരുദ്ദേശവും നടക്കാനായിട്ട് പോകുന്നില്ല. അതിന് അപ്പാപ്പനാണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഒരു ഡീലിലെത്തുകയാണ്. അതിനുശേഷം അപ്പാപ്പൻ ആള് തീ അണയ്ക്കാനായിട്ട് ഇപ്പൊ ആ മൗണ്ടൈൻ്റെ അടുത്തേക്ക് വരും. ബാക്കിയുള്ളവരെല്ലാവരും ആകാംക്ഷയോട് കൂടെ ആ കാഴ്ച നോക്കി നിൽക്കും. അപ്പാപ്പനാണെങ്കിൽ ആളുടെ പുറകിലുണ്ടായിരുന്ന തോടും ഡ്രസ്സും സ്റ്റിക്കും എല്ലാം തന്നെ താഴത്തേക്കിടും. അതിനുശേഷം ആളുടെ പഴയ സിക്സ് പാക്ക് ബോഡിയൊക്കെ അങ്ങനെ വിരിച്ചു പിടിച്ച് തീ അണയ്ക്കാൻ റെഡിയാവും. അതിനു മുൻപായി ആള് ബുൽമയെ നോക്കി പറയും,
ബുൽമ നടക്കാൻ നീ റെഡി ആയിക്കോ. മനസ്സില്ലാ മനസ്സോട് കൂടെ അവൾ ഓക്കെ പറഞ്ഞ് റെഡി ആയിട്ട് നിൽക്കും. അപ്പാപ്പനാണെങ്കിൽ മുകളിലുണ്ടായിരുന്ന ഒരു വലിയ മതില് അത് കയറാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആളെ കൊണ്ട് കഴിയില്ല. ഉടനെ ഗോകു ആണെങ്കിൽ ആളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുകളിൽ കയറ്റി വിടുകയാണ്. ബുൽമയ്ക്കാണെങ്കിൽ അപ്പാപ്പന്റെ കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആളെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന്. അതിന് ഓക്സ് കിങ് പറയും, എന്റെ മാസ്റ്ററിന്റെ പവർ എന്താണെന്ന് നിനക്കറിയില്ല, അത് അധികം വൈകാതെ നീ കാണും. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ അല്പസമയം ആ കത്തുന്ന പർവ്വതത്തിലേക്ക് തന്നെ നോക്കും. അതിനുശേഷം ആളുടെ പവർ അതങ്ങനെ പതിയെ പതിയെ റിലീസ് ചെയ്യും. അടുത്ത നിമിഷം അവർ ഞെട്ടിച്ചുകൊണ്ട് ആളുടെ ബോഡി അങ്ങനെ ഹൾക്കിനെ പോലെ ചേർത്ത് വീർത്ത് ഫുൾ മസിൽ വന്ന് ഫില്ലാവുകയാണ്. ദൂരത്തായിട്ട് ആ വില്ലൻ അവനാണെങ്കിൽ വണ്ടർ അടിച്ച് അതിലേക്ക് തന്നെ നോക്കും. ആ റാബിറ്റ് ആണെങ്കിൽ പേടിച്ച് അവന്റെ മാസ്റ്ററിനോട് പറയും, മാസ്റ്റർ അദ്ദേഹത്തിന് ഭയങ്കര പവറാണ്, ഇവിടെ നിന്ന വലിയ അപകടം ഉണ്ടാവും. അതിനവൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പവറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചുറ്റുമുള്ള പവറുകളെല്ലാം അദ്ദേഹത്തിന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അബ്സോർബ് ചെയ്തെടുത്ത ആ എല്ലാ പവറും ഉപയോഗിച്ച് ആ പർവ്വതത്തിന് മുകളിലുള്ള ഫയർ അതാ അപ്പാപ്പൻ അണയ്ക്കും. അതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയും. അത് കേട്ട് ആ ഒരു റാബിറ്റിനും ഭയങ്കര അത്ഭുതം. അടുത്ത നിമിഷം അപ്പാപ്പനാണെങ്കിൽ ആളുടെ കയ്യിലേക്ക് അബ്സോർബ് ചെയ്തെടുത്ത പവർ അത് മുഴുവനായിട്ടും കൊണ്ടുവന്ന് അത് ആ പർവ്വതത്തിലേക്ക് അങ്ങനെ തെറിപ്പിക്കുകയാണ്. ആ ഒരു പവറിന്റെ ശക്തിയിൽ നമ്മുടെ ആൾക്കാർ പോലും ദൂരേക്ക് തെറിച്ചു പോകും. ആളാണെങ്കിൽ ഞൊട്ടിയടയിൽ ആ ഒരു തീ അത് മുഴുവനായിട്ട് അണയ്ക്കുകയാണ്. പക്ഷെ എന്താ, ആളുടെ ബോഡി അതിപ്പോ വീക്കായി പഴയതുപോലെ ആയി തീരും. ഓക്സ്കിങ്ങും നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു ഓസ്കാർ കിട്ടിയ സന്തോഷത്തിൽ അവിടേക്ക് നോക്കും. പക്ഷെ അടുത്ത നിമിഷം ഓക്സ്കിങ് ആണെങ്കിൽ പൊട്ടിക്കരയാണ്, അങ്ങ് തീ അണച്ചു. പക്ഷെ അങ്ങയുടെ പവറിൽ എനിക്ക് എന്റെ പാലസ് നഷ്ടപ്പെട്ടു എന്ന് പറയും. അത് കേട്ട് അപ്പാപ്പനാണെങ്കിൽ തിരിഞ്ഞു നോക്കും. ആളുടെ പവറിൽ അവന്റെ ആ മാൻഷൻ അത് മുഴുവനായിട്ട് തകർന്നിരിക്കുകയാണ്. ആൾക്ക് എന്തു പറയണമെന്നറിയാതെ അപ്പാപ്പൻ തല താഴ്ത്തും. അത് കണ്ട് ഓക്സ്കിങ് ആണെങ്കിൽ അങ്ങനെ തലചുറ്റി താഴേക്ക് വീഴും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ബുൽമയും പന്നിക്കുട്ടിയും അവർ രണ്ടുപേരും റഡാറിന്റെ സഹായത്താൽ എങ്ങനെയെങ്കിലും ആ ഡ്രാഗൺ ബോൾ അത് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കും. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ആ ഓക്സ് കിങ്ങിനോട് മാപ്പ് പറയും, ഐ എം സോറി, നിന്റെ മാൻഷൻ അതെനിക്ക് നശിപ്പിക്കേണ്ടി വന്നു. അതിന് ഓക്സ് കിങ് ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, കുഴപ്പമില്ല, അൾട്ടിമേറ്റ്ലി ഞങ്ങളുടെ ആവശ്യം ഈ ഒരു തീ അണയ്ക്കുക, ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നതാണ്. മാൻഷൻ പുതുത് അത് ഞങ്ങൾ തന്നെ പണിതോളാന്ന് പറയും. ഗോകു അവ മാസ്റ്ററിനോട് റിക്വസ്റ്റ് ചെയ്യും, അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് അതെന്നെ കൂടെ പഠിപ്പിക്കാമോ? അതിന് അപ്പാപ്പൻ പറയും, യാതൊരു കുഴപ്പമില്ല, പക്ഷെ അത് പഠിച്ചെടുക്കണമെങ്കിൽ 50 വർഷമെങ്കിലും മിനിമം ആവശ്യമാണ്. അത് കേട്ട് നമ്മുടെ ഗോകു ആണെങ്കിൽ അവനും അവന്റെ ഫുൾ പവർ എടുത്ത് അപ്പാപ്പൻ ചെയ്തതുപോലെ ആ കാറിന് നേരെ ചെയ്യും. ഒരു ഫോഴ്സ് പുറത്തേക്ക് പോയി ഇപ്പൊ ആ കാർ തകർക്കുകയാണ്. അത് കണ്ട് അപ്പാപ്പനും ഓക്സ് കിങ്ങും എല്ലാവരും ഷോക്കാവും. പക്ഷെ ഗോകുവിനാണെങ്കിൽ നിരാശ, കാരണം അപ്പാപ്പൻ റിലീസ് ചെയ്ത അത്രയും പവർ അത് പുറത്തേക്ക് വന്നില്ല. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഗോകുവിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കും, നീ വൊഹാന്റെ ഗ്രാൻഡ് സൺ അല്ലേ? അദ്ദേഹത്തിന്റെ മാസ്റ്ററാണ് ഞാൻ. നിനക്ക് വിരോധമില്ലെങ്കിൽ എന്തുകൊണ്ട് എന്റെ ദ്വീപിൽ വന്ന് താമസിച്ചൂടാ? എൻ്റെ ടെക്നിക്സ് എല്ലാം തന്നെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അത് കേൾക്കുമ്പോൾ ഗോകുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. വാവ്, എൻ്റെ ഗ്രാൻഡ് പേയുടെ മാസ്റ്റർ എൻ്റെ മാസ്റ്റർ ആവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറയും. ഇവിടെ ആ വില്ലനാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് ടെൻഷനാവും. ഓ നോ, ആ കിളവൻ അത്ര വേഗം ആരെ ശിഷ്യന്മാരാക്കാറില്ല. പിന്നെ എങ്ങനെയാണ് ആ കൊരങ്ങൻ ചെക്കനെ അയാള് ശിഷ്യനാക്കി മാറ്റിയത്? പക്ഷെ കുഴപ്പമില്ല, അവൻ്റെ വാലാണ് അവൻ്റെ ലിമിറ്റേഷൻ. അത് പിടിച്ച് വലിച്ച് ഞാൻ ആ ഡ്രാഗൺ ബോൾസ് മുഴുവൻ എൻ്റെ സ്വന്തമാക്കുമെന്ന് പറയും. അപ്പോൾ അതേസമയം ഇവിടെ ഗുൽമയാണെങ്കിൽ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ആ ഡ്രാഗൺ ബോൾ കണ്ടെത്തുകയാണ്. അവൾ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തും. അപ്പോഴായിരിക്കും ഗോകു തകർത്തിട്ട അവരുടെ കാറ് കാണുക. അവളാണെങ്കിൽ കൺട്രോൾ പോയി ഗോകുവിനോട് ദേഷ്യപ്പെടും. അത് കേട്ട നമ്മുടെ ഓക്സ് കിങ് ആളാണെങ്കിൽ ഒരു അടിപൊളി കാറ് ഇപ്പോൾ അവർ ഗിഫ്റ്റായിട്ട് കൊടുക്കും. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ആ കാറ് അത് ഒരുപാട് ഇഷ്ടമാവും. അതിനുശേഷം അവൾ വീണ്ടും അവസാനത്തെ ആ ഒരു ഡ്രാഗൺ ബോൾ അത് എവിടെയാണെന്ന് റഡാറിൽ ചെക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്ത് കാറിലേക്ക് കയറുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരിപ്പോൾ ആ അവസാനത്തെ ഡ്രാഗൺ ബോളിന് വേണ്ടി അവിടുന്ന് കടന്നു പോകും. അടുത്ത നിമിഷം അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ കാറിന്റെ മുൻപിലേക്ക് വരും. അതിനുശേഷം നമ്മുടെ ബൊൽമയോട് ചോദിക്കും, നീ എന്നോട് ചെയ്ത പ്രോമിസ് അത് മറന്നുപോയോ? ആണെങ്കിൽ നൈസായിട്ടൊന്ന് ചിരിച്ച് ഇപ്പോൾ പന്നിക്കുട്ടനെ കൂട്ടി ദൂരേക്ക് ഓടും. അതിനുശേഷം പന്നിയോട് പറയും, ഓൾറെഡി ഞാൻ അപ്പാപ്പന് വാക്ക് കൊടുത്തു പോയി. സോ ഞാൻ പറയുന്ന കാര്യം നീ കറക്റ്റായിട്ട് അനുസരിക്കണം. നീ ഒരേ ഒരു ദിവസം എനിക്ക് പകരം ആ അപ്പാപ്പന്റെ കൂടെ അയലാൻഡിൽ അയാളുമായിട്ട് സ്പെൻഡ് ചെയ്യണം. അതല്ലാതെ വേറെ ഒരു വഴിയില്ല. പന്നിക്കുട്ടനാണെങ്കിൽ അടിച്ചു പറയും, ഞാനത് ചെയ്യില്ല. അതിനവള് പറയും, നീ അത് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നീ കക്കൂസിൽ നിന്ന് എഴുന്നേക്കില്ല. വേറെ വഴിയില്ലാതെ അവനാണെങ്കിൽ ഇപ്പോൾ അവളുടെ രൂപത്തിലായി മാറുകയാണ്. അതിനുശേഷം അപ്പാപ്പനെ അവിടേക്ക് വിളിക്കും. ഫേക്ക് ബുൽമയാണെങ്കിൽ ഇപ്പൊ ആളുടെ മുൻപിൽ കൊഞ്ചി കൊഴിഞ്ഞ് അവളുടെ പ്രൈവറ്റ് പാർട്ടൊക്കെ അപ്പാപ്പന് കാണിച്ചു കൊടുക്കുകയാണ്. ആളാണെങ്കിൽ അത് കണ്ട് ഞെട്ടി മൂക്കിലൂടെ ബ്ലഡൊക്കെ വരും. അതേസമയം ഇവിടെ പെണ്ണാണെങ്കിൽ നാണിച്ച് തല താഴ്ത്തി നമ്മുടെ ഗോകുയെ തന്നെ നോക്കുകയാണ്.
അല്പസമയം കഴിഞ്ഞ് നമ്മുടെ ആൾക്കാരെല്ലാവരും തിരികെ ആ കാറിലേക്ക് വരികയാണ്. അതിനുശേഷം എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് അവർ ആ കാർ ഫ്ലൈങ് മോഡിലേക്ക് ചേഞ്ച് ചെയ്ത് പറന്നു പോവും. തൊട്ടു പിന്നാലെ ആ വില്ലനും അവൻ്റെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും അവരെ ഫോളോ ചെയ്ത് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.